നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കലാ സാംസ്കാരിക സംഘടനയായ ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരം നാടക ചലച്ചിത്ര നടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കേസരി നായനാർ പുരസ്കാരം. ഈ വരുന്ന ഡിസംബർ ആദ്യവാരം മാതമംഗലത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാര വിതരണം നടത്തും. മലയാളത്തിലെ ആദ്യ കഥാകൃത്തും നിയമസഭാ സാമാജികനും സാമൂഹ്യ പരിഷ്കരണവാദിയുമായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്ക് 2014 മുതൽ നൽകി വരുന്നതാണ് കേസരി നായനാർ പുരസ്കാരം. പി രാജഗോപാലൻ, കരിവെള്ളൂർ മുരളി, ഡോക്ടർ ജിനേഷ് കുമാർ എരമം എന്നിവരാണ് ജൂറി അംഗങ്ങൾ. 7 പതിറ്റാണ്ട് കാലത്തെ സംഭവ ബഹുലമായ അഭിനയ ജീവിതത്തിലൂടെ മലയാള നാടകവേദിയെ ശക്തമാക്കുകയും ശ്രദ്ധേയമാക്കുകയും ചെയ്ത പെൺകരുത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമാണ് നിലമ്പൂർ ആയിഷയെന്ന് ജൂറി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. 25,000 രൂപ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കേസരി നായനാർ പുരസ്കാരം. ഈ വരുന്ന ഡിസംബർ ആദ്യവാരം മാതമംഗലത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാര വിതരണം നടത്തും. അപ്പോൾ 2014 മുതലാണ് കേസരി നായനാരുടെ പേരിലുള്ള സമ്മേളനം. ആ സമ്മേളനത്തെക്കുറിച്ച് അത് പങ്കെടുക്കുന്ന ആളുകൾക്ക് വളരെ വലിയ വികാരം പറയാനുണ്ട്. കാരണം നിറയെ ഒരു ഗ്രാമം മുഴുവൻ എത്തിച്ചേരുന്നു. സാധാരണ പുരസ്കാര സമ്മേളനങ്ങൾ നമുക്കറിയാലോ, ചെറിയ യോഗമായിട്ട് മാറുന്നത്. അങ്ങനെയല്ല, ഒരു ഗ്രാമത്തിൻ്റെ തന്നെ സാംസ്കാരിക ഉത്സവം പോലെ ഒരുപാട് പരിപാടികളോടുകൂടിയാണ് ആ സായാഹ്നം ഇവർ നടത്താറുള്ളത്. അപ്പോൾ അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൾച്ചറൽ ഈവൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ പുരസ്കാരം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നാടക രംഗത്തെ പ്രവർത്തനത്തിനാണ്. കഴിഞ്ഞ മിക്കവാറും സന്ദർഭങ്ങളിൽ, എല്ലാ സന്ദർഭങ്ങളിലും സാഹിത്യത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പരിഗണിച്ചായിരുന്നു സമ്മാനം. ഏറ്റവും അവസാനമായിട്ട് സമ്മാനം കിട്ടിയത് മാധ്യമരംഗത്തുള്ള ഒരാൾക്ക് തന്നെയാണ്. കെ ഷാഹിനക്കാണ് കഴിഞ്ഞ തവണ അവാർഡ് കിട്ടിയത്. അതിന് തൊട്ട് മുമ്പ് ടി പത്മനാഭനായിരുന്നു. ശശാന്ത മാഷ്ക്ക് കിട്ടിയിരുന്നു. ടി രാമകൃഷ്ണൻ. ഒന്നാമത്തെ പുരസ്കാരം ചെറുകഥക്കായിരുന്നു. സന്തോഷ് കുമാറിനായിരുന്നു. ഇത്തവണ നാടകരംഗത്തെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിൽ നാടകം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. ആ നിലക്ക് നാടകത്തിന് സമ്മാനം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കേരളത്തിന് നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഇടമുള്ള ആൾക്കാണ് ഇത്തവണ സമ്മാനം കിട്ടുന്നത്. അത് ഒരു സ്ത്രീയാണ്, നിലമ്പൂർ ആയിഷ. വാർത്താ സമ്മേളനത്തിൽ പി രാജഗോപാലൻ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, പുരസ്കാര സമിതി ചെയർമാൻ സി സത്യപാലൻ, കൺവീനർ KV സുനുകുമാർ, ഫേസ് സെക്രട്ടറി പി ദാമോദരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.